ഹായ്. നമ്മുടെ പുതിയ ഫോണിന്റെ FSL പ്രകാശം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ടാണ്. നമുക്ക് ഏത് രീതിയിലും ക്രിയേറ്റീവ്, ഫുഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എല്ലാ രീതിയിലും നമ്മുടെ ഫീലിംഗ് അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണ്ടാണ് FSL പ്രകാശം എന്നുള്ളത്. പക്ഷെ ഇതിന് പിറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഈ FSL പ്രകാശം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത്. അത് ആക്ച്വലി എൻ്റെ ഫോണ്ടല്ല, ഞാൻ വരച്ച ഫോണ്ടല്ല അത്. ഞാൻ ഈ ഫോണ്ടിലേക്ക് ഇറങ്ങിയിട്ടൊരു 2-3 വർഷം ആയിട്ടുണ്ടെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 വർഷം ആവാറായി. ആ സമയം മുതൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ഫോണ്ട് ചെയ്യാനുള്ളൊരു ഇതെങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ അത് പറഞ്ഞു തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അക്ഷരങ്ങൾ മൊത്തം വരച്ചുണ്ടാക്കണം, എന്നിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഒന്ന് വരച്ചു നോക്കട്ടെ, എനിക്ക് ടാബ് ഒന്ന് തരുമോ, ഞാൻ ഒന്ന് വരച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി വരച്ചൊരു ഫോണ്ടാണ് ഈ FSL പ്രകാശ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഫേവറേറ്റ് ഒരു ഫോണ്ട് കൂടിയാണ് FSL പ്രകാശ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്തതിൽ കാര്യമായിരിക്കും, അത്രയും എന്താ പറയുക, കംഫർട്ടാണ് ആ ഫോണ്ട്. അത് എക്സ്പെഷ്യലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സംഭവം നമ്മൾ ഏതൊരു വർക്കിലാണെങ്കിലും നമ്മൾ നോക്കാറുണ്ട്. അതേപോലെ തന്നെ ഫോണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ നോക്കാറുള്ള ഒരു കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ അത് ക്ലയന്റ് അപ്രൂവ്, അല്ലെങ്കിൽ ക്ലയന്റിന് ഹാപ്പി, അതിലൂടെ തൃപ്തി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ടൈപ്പോഗ്രാഫി ഫീൽ വരുന്ന ഒരു ഫോണ്ടാണ് FSL പ്രകാശം എന്നുള്ളത്. അപ്പം ഉപയോഗിക്കുക. ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.